കായംകുളം നഗരസഭയിൽ ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കിയത് എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ടാണെന്ന ആരോപണവുമായി UDF പാർലമെന്ററി പാർട്ടി. പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് നഗരസഭാ കൗൺസിൽ യോഗം UDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. കായംകുളം നഗരസഭയിൽ ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കിയത് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരെയും പട്ടണത്തിലെ ജനങ്ങളെ മുഴുവനും വിഡ്ഢികളാക്കിക്കൊണ്ടാണെന്നും UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ ആരോപിച്ചു. നഗരസഭയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുവാൻ ആവശ്യമായ സ്ഥലമുണ്ടായിട്ടും പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലിൽ പ്ലാന്റ് സ്ഥാപിക്കുവാൻ ആവശ്യമായ സ്ഥലം ലഭ്യമല്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുരിക്കുമൂട്ടിൽ ഡംപിംഗ് ഗ്രൗണ്ടിൽ നഗരസഭയ്ക്ക് സ്വന്തമായി 5.5 ഏക്കർ ഭൂമി ഉള്ളപ്പോഴാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഭൂമിയില്ലെന്ന് ഫയലിൽ കൃത്രിമമായി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. നിലവിലുള്ള മൊബൈൽ പ്ലാന്റിലൂടെ കോടിക്കണക്കിന് രൂപ അപഹരിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു രേഖ തയ്യാറാക്കിയതെന്നും ആക്ഷേപമുണ്ട്. ഇപ്പോൾ കൗൺസിൽ അറിയാതെ മുൻകൂർ പണം നൽകിയിരിക്കുന്ന മൊബൈൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് പട്ടണത്തിലെ മാലിന്യം സംസ്കരിക്കുന്നതിന് അനുയോജ്യമായതല്ല. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത നികുതിദായകരായ പട്ടണത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലമായി കമ്മീഷൻ കൈപ്പറ്റുന്നതിന് മാത്രം പദ്ധതികൾ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ കായംകുളം നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1 കോടി രൂപയോളം മുടക്കിയ കൗൺസിൽ ഹാളും ലിഫ്റ്റുമെന്നും നേതാക്കൾ ആരോപിച്ചു. വികസന പ്രവർത്തനങ്ങൾ എന്ന ഓമന പേരിട്ട് ലക്ഷങ്ങൾ കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് LDF ഭരണത്തിന്റെ മുഖമുദ്രയെന്നും ആരോപണമുണ്ട്. ഇതിനെതിരെ ശക്തമായ സമരം UDFന്റെ നേതൃത്വത്തിൽ നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് ചേർന്ന കൗൺസിൽ യോഗം UDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. പദ്ധതിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഇന്നത്തെ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത് UDF ആരോപിക്കുന്ന അഴിമതി ആരോപണം ശരിവെക്കുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു. ചെയർപേഴ്സന്റെ രാജി ഉണ്ടാകുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. സമരത്തിനും കൗൺസിൽ ബഹിഷ്കരണത്തിനും UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, K പുഷ്പദാസ്, AP ഷാജഹാൻ, AJ ഷാജഹാൻ, ബിദു രാഘവൻ, നവാസ് മുണ്ടകത്തിൽ, PC റോയി, ബിജു നസ്രുള്ള, അൻസാരി കോയിക്കലേത്ത്, R സുമിത്രൻ, അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ്, ഗീത P, അംബിക R, മിനി ശാമുവേൽ, ഷീജ റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.